കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ മീഡിയയിലൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ കർത്താവ് സഹായിച്ചു. ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്വലനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ മരിച്ചാൽ എവിടെ? മനുഷ്യനെ സംബന്ധിച്ച് ധാരാളം ചിന്തകളും പഠനങ്ങളും നിലനിൽക്കുന്ന ഒരു ഭൂമിയിലാണ്, ഒരു സാഹചര്യത്തിലാണ് നാമൊക്കെ ആയിരിക്കുന്നത്. മനുഷ്യൻ ആര്, മരണം എന്ത്, മരിച്ചവർ എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം കടന്നു പോകുന്നത്. ഈ വലിയ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. വേദപുസ്തകത്തിൽ മനുഷ്യനെക്കുറിച്ചും മനുഷ്യന്റെ ജനനത്തെക്കുറിച്ചും മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ്. മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് ബൈബിൾ പറയുന്ന മറുപടി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ ആദ്യ അധ്യായം തന്നെ തുടങ്ങുന്നത്. പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളെയും മകുടമാക്കി അവന് ദൈവം ജ്ഞാനവും വിവേകവും നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളും മനുഷ്യന് മുമ്പിലൂടെ ദൈവം കടത്തിവിടുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യൻ അവയ്ക്ക് പേരിട്ടു, അത് അവയ്ക്ക് പേരായി. മൃഗങ്ങളൊക്കെ പാരലായും മനുഷ്യൻ ഹൊറിസോണ്ടലായും ഭൂമിയിൽ ദൈവം നിർത്തുവാനിടയാക്കി. മൃഗങ്ങൾ ആഹാരവും നിഹാരവും ഒരുപോലെ സാധിക്കുമ്പോൾ മനുഷ്യൻ തല മുതൽ പാദം വരെയുള്ള താഴേക്ക് നിർത്തിയ ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തല, നെഞ്ച്, വയറ്, കാല്, ഇങ്ങനെ ദൈവം മുകളിൽ നിന്ന് താഴോട്ട് ദൈവം മനുഷ്യനെ നിർമ്മിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ധാരാളം ദാർശനിക ചിന്തകൾ ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ കാറൽ മാർക്സ് തന്നെ മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു, അതുകൊണ്ട് അവർ മതമുണ്ടാക്കി എന്നാണ് ആ ചിന്തകൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ ജനിച്ചു, സംഭവത്തിൽ ജീവിച്ചു, സംശയത്തിൽ മരിക്കുന്നു എന്നാണ് അരിസ്റ്റോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോക്രട്ടീസ് പറയുന്നത്, ഞാൻ അമർത്യനാണ്, മരണം ഒരു സ്ഥലം മാറ്റമാണ് എന്നാണ് സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്നത്. മഹാനായ ശ്രീകനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ദൈവത്തിന്റെ കൈപ്പണിയല്ലാത്ത നിത്യദാനമായ ദൈവത്തിന്റെ ശ്രീകനായ പൗലോസ് കൂടാരമായ ശരീരം അഴിഞ്ഞു പോകുന്നു എന്ന് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു.
അപ്പൊ ആ സ്വർഗീയ വാസത്തെക്കുറിച്ച്, ആ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഒരു ചിന്ത ഞാൻ ഓർപ്പിക്കുന്നത്, മരിച്ചവർ എവിടെ എന്നുള്ള ചിന്ത സംബന്ധിച്ച് പഴയ നിയമത്തിൽ മരിച്ച ധാരാളം വിശുദ്ധന്മാർ അവർ പാതാള പറുദീസയിൽ എത്തിയതായിട്ടാണ് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. കർത്താവ് പഠിപ്പിച്ചത് ധനവാന്റെയും ലാസറിന്റെയും കഥ, ആ സംഭവം കർത്താവ് ഓർപ്പിക്കുന്നത്, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ലാസർ മരിച്ചപ്പോൾ പിന്നെ അബ്രഹാമിന്റെ മടി എന്ന ഒന്നാമത്തെ പറുദീസയിലേക്ക് അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ധനവാൻ മരിച്ചു, അവന്റെ ആത്മാവ് നിത്യയാതന സ്ഥലത്ത് ചെന്ന് പതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പൊ പാതാള പറുദീസയിൽ ചെന്ന കർത്താവ് ആ മരിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാരോട് സുവിശേഷം ഘോഷിക്കുകയും അവിടെ നിന്ന് ബദ്ധന്മാരെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. അതാണ് പാതാളത്തെ സംബന്ധിച്ച് ഓർപ്പിക്കാനുള്ളത്. ഇന്ന് പാതാളം അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന പറുദീസ ഇന്ന് എംപ്റ്റിയാണ്, അവിടെ കാലിയാണ്. എന്നാൽ ഇപ്പോൾ മരിച്ചവർ എവിടെ എന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകം പറയുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പ്രകാരം പറയും, 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ പൗലോസ് സമൂഹത്തോട്, ദൈവസഭയോട് ഓർപ്പിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം, അത് കർത്താവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് ദൈവം വച്ചിരിക്കുന്ന അതിപ്രധാനമായ ഒരവസരമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, സർവവും അവന്റെ കാൽ കീഴാക്കി അവനെ സർവത്തിനും ഇതാക്കി എല്ലാറ്റിലും എല്ലാം നിറവന്റെ നിറവായിരിക്കുന്ന ശരീര സഭയ്ക്ക് ചെയ്തു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെയും അവൻ ഉയർപ്പിച്ചു. അധ്യായത്തിന്റെ അവസാനം 2-ാം അധ്യായത്തിന്റെ ആരംഭം വായിക്കുമ്പോൾ, അതിക്രമങ്ങൾ പാപങ്ങളാൽ മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പാപങ്ങളിലും ബന്ധനങ്ങളിലും മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ നിത്യമരണത്തിനടിമയായ വ്യക്തി ജീവിതങ്ങളെ നിത്യജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുന്നു എന്ന് നമുക്ക് തിരുവചനം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. 2 കൊരിന്ത്യ ലേഖനത്തിൽ നാം വരുമ്പോൾ അവിടെ ശ്രീകനായ പൗലോസ് ഇപ്രകാരം ഓർപ്പിക്കുക, 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പൊ മരണത്തിനപ്പുറം കർത്താവിനോടുകൂടെ മറയപ്പെടുന്ന ഒരു ശ്രേഷ്ഠ അവസരമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ചിന്തകളും മരണത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ധാരാളമുണ്ട്. വേദപുസ്തകം മരണത്തിൻ്റെ അപ്പുറം ഒരു ജീവിതം
നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം. മരണശേഷം ഈ ആകാശഭൂമി ഉണ്ടാക്കിയ ദൈവത്തോടുകൂടെ നമുക്കൊരു ജീവിതം സർവശക്തൻ ഒരുക്കിയിട്ടുണ്ട്. ആ ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാം ഹാർദമായി ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.